എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ആദ്യമായാണ് വീഡിയോ ചെയ്യുന്നത്. ടെക്നോളജി ഞാൻ വളരെ പുറകിലായതുകൊണ്ട് എൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്നത്തെ എൻ്റെ വിഷയം കേരളം യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ സ്വന്തം നാടാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ്. നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു ടാഗ്ലൈനാണ് ഗോഡ്സ് ഓൺ കൺട്രി, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വന്തം നാട്. നിരവധി ടൂറിസ്റ്റുകൾ ഈ ഒരൊറ്റ ടാഗ്ലൈൻ കണ്ടിട്ടാണ് കേരളത്തിലേക്ക് വരുന്നത്. അവർ നോക്കുമ്പോൾ നല്ല ഭൂപ്രകൃതി, സുന്ദരമായ തടാകങ്ങൾ, സുന്ദരമായ കാലാവസ്ഥ. ശരിക്കും കേരളം ഒരു ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് മറ്റുള്ളവർക്ക്, വിദേശികൾക്ക് അല്ലെങ്കിൽ ടൂറിസ്റ്റുകൾക്ക്. സത്യത്തിൽ കേരളത്തിലെ ജനങ്ങളുടെ അവസ്ഥ ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഒരു പൗരൻ എന്ന നിലയിൽ ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ചു. എനിക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നി. കേരളത്തിലെ ജനങ്ങളുടെ അവസ്ഥ വളരെയേറെ പരിതാപകരമാണ്. ദാരിദ്ര്യം കൊട്ടിക്കുത്തി വാണുകൊണ്ടിരിക്കുക. അത്രയ്ക്കും അവസ്ഥയിൽ നമ്മുടെ രാഷ്ട്രീയക്കാർ ഈ ജനങ്ങളെ എത്തിച്ചു. നമ്മൾക്ക് കേരളത്തിലെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊന്ന് പഠിക്കാം. ആ കാരണങ്ങളിലേക്കൊന്ന് നമുക്കൊന്ന് പോകാം. ഒന്നാമത്തെ കാരണം സാമ്പത്തികമായ അസ്ഥിരതയാണ്. നമ്മുടെ സർക്കാരിൻ്റെ പണമില്ല, 10 പൈസ ഇല്ല എന്തെങ്കിലും ആവശ്യത്തിനെടുത്ത് ചിലവഴിക്കാൻ. ഇതൊക്കെ ശമ്പളം കൊടുക്കാനുള്ള പൈസയേ ഉള്ളൂ. അത് കിട്ടുന്ന വഴികൾ രസമാണ്. ഒന്ന്, ലോട്ടറി കച്ചവടം. രാത്രിയും പകലും ലോട്ടറി അച്ചടിച്ച് ഏജൻറ്റുമാരെയും പറ്റിച്ച് പാവപ്പെട്ട തൊഴിലാളികളെയും പറ്റിച്ച് ഇത് വിൽക്കാൻ കൊടുത്തേക്കുക. ഇത് വിറ്റിട്ട് വേണം ശമ്പളം കൊടുക്കാൻ. വളരെ കഷ്ടമാണ്. വേറെയുണ്ട് മാജിക്കുകൾ. മുക്കിന് ബാറും ബിവറേജും തുറന്നു വെച്ചിട്ടുണ്ട്. ഇഷ്ടം പോലെ മദ്യം കിട്ടും. കൂടുതൽ കഴിക്കുന്നതനുസരിച്ച് സർക്കാരിന് വരുമാനമാണ്. ഈ രണ്ടാണ് സ്രോതസ്സ്. ഇനി ഒന്നും പറ്റിയില്ലെങ്കിൽ വേറൊരു പണി ഇവർ ചെയ്യും. കൂട്ടാവുന്ന ടാക്സുകളൊക്കെ കൂട്ടും. വെള്ളക്കരം കൂട്ടും, വൈദ്യുതി ബില്ല് കൂട്ടും, പെരക്കരം കൂട്ടും. ഇനി പോരാഞ്ഞിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങളുടെ ടാക്സ് ഒന്ന് കൂട്ടിക്കളയും. അല്ല, ജീവിക്കാൻ പറ്റത്തില്ലെന്നാണ് അവർ പറയണത്. നമ്മൾ ഓർത്തോണം, സാമ്പത്തികമായ ഈ അസ്ഥിരത വരുത്തി വെച്ചത് ഇവിടെ വലതും ഇടതുമാണ്. മാറി മാറി ഭരിച്ച ഈ രാഷ്ട്രീയ പാർട്ടികളാണ് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചത്. സാമ്പത്തികമായ തിരിമറി, പിൻവാതിൽ നിയമനം, കിറ്റ് കൊടുത്ത് പറ്റിക്കൽ, ഇങ്ങനെയൊക്കെ ചെയ്ത് കേരളത്തെ വളരെ മോശമായ ഒരു സാമ്പത്തിക അവസ്ഥയിലേക്ക് ഇവർ തള്ളിവിട്ടു. എന്നിട്ട് ഇവർ പറയും കേരള മോഡൽ എന്ന്. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കും. അത് തലയും മാലയും ഇല്ലാത്ത പ്രസ്താവനയായിട്ട് നമ്മൾ കരുതിയാൽ മതി. അതിൻ്റെ അകത്ത് യാതൊരു സത്യവും ഇല്ല. പിന്നെ എനിക്ക് സങ്കടം തോന്നിയൊരു കാര്യം, കുടിയേറ്റം. നമ്മുടെ യുവജനത എവിടെ? നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു 20 വയസ്സ് തൊട്ട് 50 വയസ്സ് വരെയുള്ള ആൾക്കാരെ കൂടുതലായി നിങ്ങൾ കാണാറുണ്ടോ? ഇല്ല. ഇവരാരും ഇവിടെ ഇല്ല. കുട്ടികളും പ്രായമായവരും മാത്രമേ നമ്മുടെ നാട്ടിലുള്ളൂ. മറ്റവരൊക്കെ കടൽ കടന്ന് പോയി. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെയൊക്കെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ കുഴപ്പം കൊണ്ട് അവർ പോയത്. പഠിക്കുന്ന കോഴ്സിനല്ല ജോലി കിട്ടുന്നു. ഇവിടെ ഇഷ്ടംപോലെ സയൻറ്റിസ്റ്റുമാരും പോസ്റ്റ് ഗ്രാജുവേറ്റ്സും ഒക്കെ ഉണ്ട്. അവർക്ക് കിട്ടുന്ന ജോലി അവർ പഠിക്കുന്ന ജോലിയല്ല. അതുകൊണ്ട് ഇതുങ്ങളെല്ലാം കൂടി ഉള്ളത് വിറ്റ് മാതാപിതാക്കളുടെ സപ്പോർട്ടും ഉള്ള സ്വർണവും കൂട്ടുകാരുടെ സഹായവും എല്ലാം കിട്ടി നാട് വിട്ട് പോവുക. കൂട്ടുകാർ പറയുക അവരോട്, നീയെങ്കിലും പോയി രക്ഷപ്പെടും. കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇപ്പോൾ ഗവൺമെൻറ് പ്രോത്സാഹിപ്പിക്കും. കാരണം ഗവൺമെൻറ്റിന് ഇങ്ങോട്ട് വിദേശ നാണയം കിട്ടും. അതുകൊണ്ട് സർക്കാരും, കേരള സർക്കാരും കേന്ദ്ര സർക്കാരും ഇതിനെതിരെ ഒന്നും മിണ്ടത്തില്ല. അവർ നോക്കുമ്പോൾ ശരിയാണ്, നല്ല ഒന്നാന്തര വിദ്യാഭ്യാസം കിട്ടും. UK യൂണിവേഴ്സിറ്റികളിലെ ബെസ്റ്റ് എഡ്യൂക്കേഷനാണ് കിട്ടുന്നത്. നല്ല ജീവിത സൗകര്യങ്ങൾ, ശുദ്ധമായ അന്തരീക്ഷം, ശുദ്ധമായ ഭക്ഷണ സാധനങ്ങൾ, വായു. വിട്ടുപോകും അവർ. എന്തൊരു കഷ്ടമാണ്. നമ്മുടെ നാട്ടിൽ വളരേണ്ട ഒരു വലിയ ജനത നമ്മളെ വിട്ടിട്ട് പോവുകയാണ്. നമ്മുടെയൊക്കെ സർക്കാരിൻ്റെ എടുകാര്യസ്ഥതയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ചത് കുറ്റകൃത്യം. നമ്മൾ ശരിക്കും ഇതിനെക്കുറിച്ചൊന്ന് ബോധവാന്മാരായിരിക്കണം. ഇന്ന് കള്ളും കഞ്ചാവും സുലഭമാണ്. ഇതെല്ലാം അടിച്ചിട്ട് ഇവരെല്ലാം ഈ പൊതുനിരത്തിലുണ്ട്, ഈ കുറ്റവാളികൾ. നമ്മൾ ഏത് സമയവും ഒരു അക്രമത്തിന് ഇരയാകും. ഇവരുടെ കയ്യിൽ അതുപോലത്തെ ആയുധങ്ങളുമുണ്ട്. എന്തൊരു കഷ്ടമാണ്. ക്രമസമാധാന നില ഒരു 20 വർഷത്തെ ഏറ്റവും മോശം അവസ്ഥയാണ് ഇപ്പോൾ. ഇതിന് പ്രധാന കാരണം
ഡ്രഗ്സും മദ്യമൊക്കെയാണ്. പാൻപരാഗ്, ഹാൻസ്, നിരോധിച്ച എല്ലാ സാധനങ്ങളും കേരളത്തിൽ കിട്ടും. ഇതിന് ഹോൾസെയിലായിട്ടും കിട്ടും, റീറ്റെയിലായിട്ടും കിട്ടും. എന്തൊരവസ്ഥയാണ്! രാവിലെ എഴുന്നേൽക്കുന്ന ഒരു വ്യക്തി വൈകുന്നേരം ഉണ്ടാകുമെന്ന് ഒരു ഉറപ്പുമില്ല. ഞാനിന്നിപ്പം പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ തിരിച്ചു വരുമെന്ന് ഒരു ഗ്യാരണ്ടിയില്ല. കാരണം അത്രത്തോളം ക്രമസമാധാനം കുറ്റകൃത്യങ്ങൾ പെരുകി, ക്രമസമാധാനം തകർന്നു. പോലീസിന് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് മാറിക്കൊണ്ടിരിക്കുക. കാരണം ഇവരുടെ കയ്യിലെല്ലാം ആയുധങ്ങളാണ്. ആരാണ് കാരണക്കാർ? ഇതെല്ലാം സപ്ലൈ ചെയ്യുന്നവരല്ലേ? ഇവരെല്ലാം പിടിക്കപ്പെടണ്ടേ? അത് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇതെല്ലാം ചെയ്തിട്ട് കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ചെയ്തു കൂട്ടുന്ന ഓരോ കുറ്റകൃത്യങ്ങളും കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. അടുത്ത അടിസ്ഥാന സൗകര്യ വികസനങ്ങളാണ്. ഭയങ്കര കോമഡിയാണ്. ന്യൂയോർക്കിലെ റോഡാകട്ടോ സൂക്ഷിച്ച് വണ്ടി ഓടിക്കണം. ടൂറിസ്റ്റ് കണ്ടിട്ട് പറഞ്ഞു, കേരളത്തിലെ റോഡുകൾ കണ്ടിട്ട് ചന്ദ്രോപരിതലാണോ ചൊവ്വയുടെ ഉപരിതലാണോ എന്ന് സംശയമാണ്. അത്രത്തോളം കുഴികളുണ്ട്. കുഴിക്കകത്ത് നിറയാൻ വെള്ളമുണ്ട്. ഇനി നമ്മൾ വഴിയേക്കടെ പോവുകയാണെങ്കിൽ നമുക്ക് നിർത്തി കുഴിയിൽ നിന്ന് വെള്ളം കോരി കുടിക്കാം. ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും ഇല്ല കേരളത്തിൽ. ഇടയ്ക്കിങ്ങനെ പ്രസംഗങ്ങൾ നടത്തുമ്പോൾ ഇവർ തന്നെ എടുത്തുപയോഗിക്കുന്ന ഒരു വാക്കാണ്. പുതിയ ഒരു പദ്ധതികളും കേരളത്തിൽ വരുന്നില്ല. പുതിയ ഒരു സംരംഭവും കേരളത്തിൽ വരുന്നില്ല. ഇന്നൊരു പുതിയ സംരംഭം വന്നാൽ നാളെ അത് ഇവന്മാരില്ലാതാക്കും. ഒന്നുമില്ല നോക്കൂലി വാങ്ങിക്കും, അല്ല കൈക്കൂലി വാങ്ങിക്കും. ഇത് രണ്ടും കിട്ടിയില്ലെങ്കിൽ നാളത്തെ അവന്മാർ കൊടി കുത്തി പൂട്ടിക്കും. സ്വകാര്യ മേഖലയിൽ ഒരു നിക്ഷേപം ഇങ്ങോട്ട് വരുന്നില്ല. ഗവൺമെൻറ് മേഖല എല്ലാം അവന്മാർ പൂട്ടിച്ച് കളഞ്ഞു. ഇതാണ് കേരളത്തിൻ്റെ അവസ്ഥ. ഇനി അതിലും വലിയൊരു കോമഡിയാണ് ആരോഗ്യമേഖല. യൂറോപ്യൻ മോഡലാണ്. നമ്മളിവിടെ രോഗങ്ങളൊന്നുമില്ല, ആശുപത്രിയിൽ ആളുകളില്ല. യൂറോപ്യൻ മോഡലാണ്. എന്തു സുന്ദരം! ആശുപത്രിയിൽ ചെന്ന നിരവധി ആളുകളാണ്, പലവിധ രോഗങ്ങളാണ്. ഹോൾസെയിലായിട്ട് റീറ്റെയിലായിട്ടുമാണ്. മാലിന്യങ്ങളിങ്ങനെ കൂടിക്കിടക്കുക. പൊതുനിരത്തുകളിൽ കാല് കുത്താൻ മേല. ചന്തകളിലൊക്കെ ചെന്ന ദുർഗന്ധം. ഇവിടെ ഈ സൂക്ഷ്മജീവികളെല്ലാം വളർന്ന് ഒരു മഴയത്ത് ജലാശയങ്ങളിൽ ചെന്ന് വായുവിൽ പടർന്ന് സർവത്ര രോഗങ്ങളും കിട്ടും. ഈ പഞ്ചായത്തിനും മുനിസിപ്പാലിറ്റിക്കൊക്കെ ഇഷ്ടംപോലെ അധികാരമുണ്ട്. അതൊന്നും വിനിയോഗിക്കത്തില്ല അവർ. ഇതുപോലെ മലിനമാക്കുന്ന ആൾക്കാരെ രക്ഷിക്കലാണ് അവരുടെ പരിപാടി. രാഷ്ട്രീയക്കാർ കൂടെ ഉണ്ടോ? എന്തൊരവസ്ഥയാണിത്! ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് കേരളം സുന്ദരമെന്ന് പറയുന്നത്? കേരളത്തിലെ ജനങ്ങൾ കടന്നു പോകുന്ന പ്രശ്നങ്ങളാണ് ഞാൻ പറയുന്നത്. ഇനി ഇതെല്ലാം കഴിയുമ്പോഴത്തേനും, ഇലക്ഷൻ ആകുമ്പോഴത്തേനും നമ്മുടെ ഗവൺമെൻറ്റുകൾ ചെയ്യുന്ന ഒരു മാജിക്കാണ് കിറ്റ് കൊടുക്കുക. കാരണം പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു സമൂഹം നമ്മുടെ രാജ്യത്തില്ല. പിന്നെ കുട്ടികൾ അതുങ്ങൾക്ക് പഠിക്കാൻ പോകാൻ പറ്റത്തില്ല. പിന്നെയുള്ള പ്രായം ചെന്ന ആൾക്കാരാണ്. ഇവർക്ക് ജീവിക്കണ്ടേ? അതിന് ഇലക്ഷൻ സമയം ആകുമ്പോഴത്തേനും എവിടെന്നെങ്കിലും തട്ടിക്കൂട്ടി കുറച്ച് പൈസ എടുത്ത് ഓരോ കിറ്റ് കൊടുക്കും. അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്മസിനും ഓണത്തിനും ഈസ്റ്ററിനും ഒക്കെ പെരുന്നാളുകൾക്കും ഓരോ കിറ്റങ്ങ് കൊടുക്കും. അവർ ഹാപ്പി, ജനങ്ങൾ ഹാപ്പി. അവർ പറയുമ്പോൾ നല്ല സർക്കാരാണ്, നിങ്ങൾക്ക് അരിയും പഞ്ചാരയൊക്കെ കിട്ടി. എന്തൊരു കഷ്ടമാണ്! നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇല്ലാതാക്കിയ ഗവൺമെൻറ്റുകളാണ് ഇവരെല്ലാം. നമ്മുടെ കുഞ്ഞുങ്ങളെ നാട് കടത്തിയവരാണ് ഇവരെല്ലാം. അവർ തരുന്നത് മേടിച്ച് കഴിക്കേണ്ട അവസ്ഥയിലാണ് ഇവിടുത്തെ ജനങ്ങൾ. ലോകത്തെങ്ങും ഇല്ലാത്തൊരു സമ്പ്രദായം. കൊടുക്കണം, കിറ്റുകൾ കൊടുക്കണം, തെറ്റല്ല. അത് അർഹിക്കപ്പെട്ടവർക്ക് കൊടുക്കണം. കിറ്റുകൾ കൊടുത്ത് നമ്മൾ ശരിക്കും ഒരു മനുഷ്യൻ്റെ ജനാധിപത്യ സ്വാതന്ത്ര്യത്തെ നമ്മൾ ഖനിക്കുകയാണ്, ചൂഷണം ചെയ്യുകയാണ്. നമ്മൾ ജനങ്ങൾക്ക് തൊഴിലുണ്ടാക്കി കൊടുക്കുക, അവർ തൊഴിൽ ചെയ്ത് ജീവിച്ചോളൂ. കിറ്റ് കൊടുത്തല്ല അവരെ വളർത്തേണ്ടത്. അത് അർഹിക്കപ്പെട്ട മനുഷ്യർക്ക് കൊടുക്കണം. ദാരിദ്ര്യം മാറാനാണ് കിറ്റുകൾ കൊടുക്കേണ്ടത്. ജനങ്ങളുടെ പൊതുമുതൽ മുഴുവൻ കട്ടുമുടിച്ച് ഖജനാവ് കാലിയാക്കി വീണ്ടും വീണ്ടും ഭരണത്തിലേറി ജനങ്ങളുടെ മേൽ കനത്ത നികുതി ഭാരം അടിച്ചേൽപ്പിക്കുന്നതല്ല ജനാധിപത്യം. ജനങ്ങൾക്ക് നല്ല ചുറ്റുപാടുണ്ടാക്കി കൊടുക്കുന്നതും നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നതും അവരെ തൊഴിലിലേക്ക് ഇറക്കി വിടുന്നതാണ് ഒരു സർക്കാർ ചെയ്യേണ്ടത്. അവർക്ക് സുരക്ഷ ഒരുക്കുന്നത്. ഇതൊന്നും ചെയ്യാതെ വണ്ടിയെ കയറി നടന്നിട്ടോ ഇടയ്ക്കിടയ്ക്ക് കേരള മോഡൽ എന്ന് പറഞ്ഞുകൊണ്ടോ വികസനം ഒരിക്കലും ആകത്തില്ല. നമ്മൾ ജീവിക്കുന്നത് 21-ാം നൂറ്റാണ്ടിലാണ്. പരിഷ്കൃത സമൂഹം.
അപരിഷ്കൃത രീതികൾ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ കയ്യിൽ വെച്ചാൽ മതി. പാവം ജനങ്ങളെ ചൂഷണം ചെയ്യാൻ ഉപയോഗിക്കരുത്. ഇവർക്കൊക്കെ എതിരെ നമ്മൾ പോരാടണം. ഇനിയും നല്ല വീഡിയോയുമായി കാണുന്നവരെ നമസ്കാരം.